രാവണൻ രാമനെ നേരിടുകയായിരുന്നു. ലക്ഷ്മണന്റെ വാക്കുകൾ അപ്പോഴും രാമന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം തന്റെ മഹത്തായ ധനുസ് കയ്യിലെടുത്തു. അതിൻ്റെ ഞാണിൽ നിന്ന് ലോകത്തെ ആകമാനം ഭയാനകമാകും വിധം ചുട്ടുപൊള്ളിക്കത്തക്ക ശരവർഷം ചെയ്തു. രാവണന്റെ രഥം 7 കുതിരകളെ പൂട്ടിയ സൂര്യരഥത്തെ അരുണ ചെഴിച്ചുകൊണ്ട് വരും പോലെ അപ്രകാരം മഹിമയേറിയതായിരുന്നു. രാവണന്റെ ശരമാരിയും രാമൻ്റേതുപോലെ തന്നെ മാരകങ്ങളായിരുന്നു. അവ ഓരോന്നും ഇന്ദ്രന്റെ വജ്രം പോലെയായിരുന്നു. സ്വർണ്ണമുന വെച്ച രാമന്റെ ശരങ്ങൾ ഒരു അരുവി എന്നോണം ഇടതടവില്ലാതെ ഒഴുകുകയായിരുന്നു. ആ യുദ്ധം കാഴ്ചയ്ക്ക് ഇമ്പം നൽകുന്ന ഒന്നായിരുന്നു. ശ്രീനാരായണൻ അവർക്ക് രാവണന്റെ ദ്രോഹത്തിൽ നിന്ന് മോചനം വാഗ്ദത്തം നൽകിയതു മുതൽ സ്വർഗവാസികൾ കാത്തിരിക്കുകയായിരുന്നു ആ യുദ്ധം കാണുവാൻ. അതിനായി അവർ ആകാശത്തിൽ നിറഞ്ഞു നിരന്നു നിന്നു. അവർ വിളിച്ചു പറഞ്ഞു, ഒരു സമമല്ലാത്ത യുദ്ധമാണിത്. രാവണൻ രഥത്തിൽ സഞ്ചരിക്കുന്നു. രാമൻ അതേ സ്ഥാനത്ത് വെറും നിലത്താണ് നിൽക്കുന്നത്. രാമനുടൻ ഒരു രഥം വേണ്ടിയിരിക്കുന്നു. ഇന്ദ്രൻ സമ്മതിച്ചു. അദ്ദേഹം തന്റെ സാരഥിയായ മാതലിയെ വിളിച്ചു വരുത്തി. തന്റെ രഥം ഭൂമിയിലേക്ക് വേഗം കൊണ്ടുപോകുവാനും അതിൽ കയറി യുദ്ധം ചെയ്യുവാനും രാമനോട് അപേക്ഷിക്കുവാനും ഇന്ദ്രൻ മാതലിയോട് ആവശ്യപ്പെട്ടു. പെട്ടെന്നൊരു ദിവ്യരഥം യുദ്ധഭൂമിയിൽ കാണുമാറായി. സ്വർണം കൊണ്ട് പണിതീർത്തതായിരുന്നു ആ രഥം. അതിന്റെ മേൽക്കൂട്ടത്തിന്റെ അരിഭാഗങ്ങളിൽ വളരെ മണികൾ കുലുങ്ങിയിരുന്നു. രഥത്തിന്റെ തൂണുകൾ തെളിഞ്ഞ തേജസ്സോടുകൂടിയ രത്നങ്ങൾ പ്രകാശിച്ചിരുന്നു. ചാമരങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. പേർ കേട്ട പച്ചക്കുതിരകളാണ് അതിൽ പൂട്ടിയിരുന്നത്. അവയെ സ്വർണമാലകൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു. മാതലി രാമനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ശ്രേഷ്ഠനായ രാമ, സ്വർഗാധിപനായ ഇന്ദ്രൻ അങ്ങയ്ക്ക് ഉപയോഗിക്കുന്നതിനായി അയച്ചതാണ് ഈ രഥം. യുദ്ധം ജയിക്കുവാൻ ഇതങ്ങയെ സഹായിക്കും. ദിവ്യമായി ഈ വില്ലും ഈ പടച്ചട്ടിയും സൂര്യകിരണങ്ങൾ പോലുള്ള ഈ ശരങ്ങൾ കൂടി അങ്ങേക്ക് അയച്ചു തന്നിട്ടുണ്ട്. വീരനായുള്ളവേ, അങ്ങയുടെ ഇച്ഛ പോലെ ഞാൻ രഥം തെളിയിക്കുകയും ചെയ്യാം. ഈ രാവണനെ ജയിക്കുവാൻ ഞാൻ എന്നാലാവും വിധം അങ്ങയെ സഹായിക്കാം. രാമൻ രഥത്തിന്റെ നേരെ നോക്കി, ലക്ഷ്മണന്റെ നേരെയും. എല്ലാം അറിയുന്ന മട്ടിൽ രാമലക്ഷ്മണന്മാർ പരസ്പരം നോക്കി മന്ദഹസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ രഥം ശരഭംഗന്റെ ആശ്രമം സന്ദർശിച്ച അവസരത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിനു പുറമെ ആവശ്യം നേരിടുന്ന സമയത്ത് ഇന്ദ്രൻ തന്റെ രഥം അയക്കും എന്ന് അഗസ്ത്യൻ അവരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇരു സോദരരും ഒരേ സമയം ഇതെല്ലാം ഓർമ്മിച്ചു. രാവണനോടുള്ള തങ്ങളുടെ സംഘടനത്തിൽ ദേവന്മാർ തങ്ങളെ അനുകൂലിക്കുന്നു എന്ന് രാമന് മനസ്സിലായി. തന്റെ തേജസ്സിനാൽ ലോകത്തെ ഒട്ടാകെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന രാമൻ സാവധാനം രഥത്തിനടുത്തേക്ക് നടന്നു. അതിന് പ്രദക്ഷിണം വെച്ച ശേഷം വളരെ വിനയത്തോടെ അദ്ദേഹം അതിൽ കയറിയിരിക്കുകയും ചെയ്തു. ഇരു രഥങ്ങളും അന്യോന്യം അഭിമുഖമായി നിന്നു. ആ കാഴ്ച നോക്കി നിന്നവരെല്ലാം കോരിത്തെരിപ്പിച്ചു. യുദ്ധം ആരംഭിക്കുകയായി. രാവണൻ ഗന്ധർവാസ്ത്രമെടുത്തു. അത് അയക്കുകയും ചെയ്തു. രാമൻ അതേ അസ്ത്രമെടുത്ത് അതിന്റെ ഫലത്തെ നിർവീര്യമാക്കി. കോപത്തോടെ രാക്ഷസാസ്ത്രം അയച്ചു. ആ ശരങ്ങൾ ഞാനിൽ നിന്ന് വിട്ട ഉടൻ വിഷസർപ്പങ്ങളായി മാറി രാമന്റെ നേരെ ചീറ്റി. അവയുടെ മുഖങ്ങൾ തീജ്വാലകൾ പോലെയായിരുന്നു. അവ വിഷം വമിച്ചുകൊണ്ടേയിരുന്നു. അവ വാസുകിയെ പോലെയായിരുന്നു. അവയുടെ പത്തികൾ മിന്നിക്കൊണ്ടേയിരുന്നു. 4 ദിക്കിലും ആയിരക്കണക്കിന് പാമ്പുകളെ കൊണ്ട് അവിടെ നിറഞ്ഞു. രാമൻ ക്രോധത്തോടെ എടുത്തു ചാടി. ചുണ്ടുകളിൽ മിന്നുന്ന മന്ദഹാസത്തോടെ അദ്ദേഹം ഗരുഡനെ ആവാഹിച്ചു. ഗരുഡാസ്ത്രം രാക്ഷസ അസ്ത്രത്തിൽ നിന്ന് ബാക്കിയുള്ളവരെ എല്ലാം രക്ഷിച്ചു. അവ സർപ്പങ്ങളെയെല്ലാം തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. രാവണൻ രാമന്റെ നേരെ മൂർച്ചയേറിയ ശരങ്ങൾ വിട്ടുകൊണ്ടേയിരുന്നു. ചിലവ കൊണ്ട് അദ്ദേഹം മാതലിയെ പരിക്കേൽപ്പിച്ചു. രാവണൻ ഒറ്റ ശരം കൊണ്ട് ഇന്ദ്രരഥത്തിലെ കൊടി വീഴ്ത്തി. രഥത്തിനു ചുറ്റും രാവണാസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു. സംഭവങ്ങളുടെ പോക്ക് കണ്ട് സ്വർഗവാസികൾ ദുഃഖിച്ചു. എന്നാൽ അവർക്ക് രാവണന്റെ വീര്യത്തെ സ്തുതിക്കാതെ ഗത്യന്തരമില്ലാതെ വന്നു ചേർന്നു. രാവണന്റെ ശരങ്ങൾ മൂലം രാമനും പരിക്കേറ്റു. ഇത് വിഭീഷണനെയും മറ്റുള്ളവരുടെയും മനസ്സിൽ ദുഃഖവും അമ്പരപ്പവും ഉളവാക്കി. സ്വർഗത്തിലെ ഋഷിമാർ കൂടി ദുഃഖിച്ചു. സമുദ്രം ഇളകി വശായി. സമുദ്രത്തിൽ നിന്നുയർന്ന തിരമാലകൾ ആകാശത്തിലേക്ക് എത്തുമോ എന്ന തോന്നലുണ്ടായി. സൂര്യന്റെ പ്രകാശം മങ്ങി. ധൂമകേതു സൂര്യനെ ദ്രോഹിക്കുന്നത് പോലെ തോന്നപ്പെട്ടു. ആ കാഴ്ച ഘോരമായിരുന്നു. ചൊവ്വാഗ്രഹം വിശ്വാഗ്രഹത്തെ തുഴുവാൻ ശ്രമിച്ചതുപോലെ വിശാഖം ഇന്ദ്രന്റെയും അഗ്നിയുടെയും അധിഷ്ഠാതാവായിരുന്നു. അത് ഇക്ഷ്വാകു വംശത്തിന്റെ രാജാക്കന്മാരുടെ കുടുംബ നക്ഷത്രവുമായിരുന്നു. രാവണൻ തന്റെ രഥത്തിന്റെ മൈനാക പർവ്വതം പോലെ പ്രകാശിച്ച് ഔന്നത്യത്തോടെ നിലകൊണ്ടു. രാവണന്റെ ശരവർഷത്തെ തൻ്റേതുകൊണ്ട് തടുക്കുവാൻ രാമന് പ്രയാസം തോന്നി തുടങ്ങി. തന്റെ കഴിവുകേടിനെ പറ്റി അദ്ദേഹത്തിന് അതിയായ കോപം വന്നു. കോപത്താൽ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ ചുവന്നു. കണ്ണുകൾ കൊണ്ട് തന്നെ രാവണനെ ദഹിപ്പിച്ചു കളയുമെന്ന നിലയിൽ രാമൻ ത്രിലോകങ്ങളിലെയും വിറപ്പിച്ചു. പർവ്വതങ്ങളും അവയിൽ നിവസിക്കുന്ന സിംഹങ്ങളുടെ പുലിക്കുട്ടികളും കൂടി ഭയം കൊണ്ട് വിറപൂണു. പക്ഷി മൃഗാദികൾ ഭയപ്പെടുത്തോടെ അങ്ങുമിങ്ങും അലയുവാൻ തുടങ്ങി.
ആകാശം ദുർലക്ഷണങ്ങളാൽ നിറഞ്ഞു. ആ വക ദുർലക്ഷണങ്ങളാലും രാമന്റെ തുറച്ചു നോട്ടത്താലും രാവണൻ അല്പമൊന്ന് ചകിതനായി. അദ്ദേഹം കുറച്ചു സമയത്തേക്ക് ഒരു സ്തിഗ്ധകാവസ്ഥയിൽ പെട്ടെന്നതുപോലെ തോന്നി. ദേവന്മാർ ഇപ്പോൾ ആ സംഘടനത്തെ ഉത്സാഹപൂർവ്വം നോക്കി നിന്നു. അസുരന്മാർ രാവണനോടും ദേവന്മാർ രാമനോടും വിജയീഭവ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടേയിരുന്നു. ദേവന്മാരോടൊപ്പം ദേവർഷിമാരും രാമൻ അനുഗ്രഹം ചൊരിഞ്ഞു. രാവണൻ രാമന്റെ ജീവനെ ഒരറുതി വരുത്തുവാൻ മനസ്സിലുറച്ചു. അദ്ദേഹം ഒരു ത്രിശൂലം കയ്യിലെടുത്തു. അത് വജ്രം പോലെ ശക്തമായ ഒരു മഹത്തായ ഒരു ആയുധമായിരുന്നു. ഏത് ശത്രുവിനെയും കൊല്ലുവാൻ കെൽപ്പുള്ളതായിരുന്നു അത്. കാഴ്ചയിൽ തന്നെ അത് ഏറ്റവും ഭയാവഹമായിരുന്നു. മൂർച്ചയുള്ള 3 മുനകളോടുകൂടി അതിൽ നിന്ന് പുക വമിച്ചിരുന്നു. അഗ്നിദേവന്റെ പ്രതിരൂപം പോലെ തന്നെയായിരുന്നു അത്. അതിനടുത്തേക്ക് ആർക്കും പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. യമന് പോലും അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ പ്രയോഗം കൊണ്ട് ലോകം മുഴുവൻ വിറപൂണ്ടു. രാവണൻ അതെടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു. അദ്ദേഹം ആവേശത്തോടെ ഗർജനം ചെയ്തു. ആ ശബ്ദം എവിടെയും പ്രതിധ്വനിച്ചു. ആ ഭീകരമായ ത്രിശൂലം കയ്യിലേന്തിക്കൊണ്ട് തന്നെ അദ്ദേഹം രാമനോട് ഇങ്ങനെ പറഞ്ഞു: രാമ, ഞാൻ അങ്ങയോട് അതിയായി കോപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ത്രിശൂലം ഞാൻ അങ്ങയുടെ നേർക്ക് അയക്കുകയാണ്. അങ്ങയുടെ ജീവനെ അത് അപഹരിക്കും. അങ്ങനെ താമസിയാതെ അങ്ങും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളായി മാറും. ദൃഢമായി നിന്നാലും അങ്ങയുടെ നേർക്ക് ഞാൻ എറിയുന്ന ഈ ശൂലത്തെ ധീരതയോടെ സ്വീകരിച്ചാലും. രാവണന്റെ ചുണ്ടുകൾ ഈ വാക്കുകൾ ഉച്ചരിക്കാതെ തന്നെ ത്രിശൂലം അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് പുറപ്പെടുകയും രാമന്റെ നേരെ അതിവേഗം പായുകയും ചെയ്തു. അത് ഇടിമിന്നൽ പോലെ ആകാശത്തിലെ പഥരേഖ തെളിഞ്ഞ് പ്രകാശിപ്പിച്ചുകൊണ്ട് പറന്നു. ഇടിവെട്ടും പോലുള്ള ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ടായിരുന്നു അത് പറന്നത്. രാമൻ വെല്ലുവിളിച്ച് പാഞ്ഞെടുത്തിരുന്ന ത്രിശൂലത്തെ മുറിക്കുവാനായി ശരങ്ങളയച്ചു. യുഗാവസാനത്തിൽ മഹാപ്രളയം ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ മഹത്തായ ഒരു അഗ്നി കാണപ്പെടും. അതോടൊപ്പം മഹത്തായ ജലപ്രളയം വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ അഗ്നിഭൂതമായ രാവണന്റെ ത്രിശൂലം രാമന്റെ ശരങ്ങളുമായി കൂട്ടുമുട്ടി. ശരങ്ങളെയെല്ലാം ത്രിശൂലത്തിന്റെ തട്ടി ഭസ്മീകരിക്കപ്പെട്ടു. തന്റെ അസ്ത്രങ്ങൾ ഭസ്മീകൃതമായ കാഴ്ച രാമനെ എന്തെന്നറിയാതെ പ്രയോഗിപ്പിച്ചു. മാതാലി വംശം ഇന്ദ്രൻ കൊടുത്തയച്ച ശക്തി രാമൻ എടുത്തു. അത് തന്റെ വലത്തെ കൈയിൽ മുറുകെ പിടിച്ചുകൊടുത്ത് അദ്ദേഹം ആകാശത്തേക്ക് എറിഞ്ഞു. ശക്തിയുടെ പ്രഭാപൂരം കണ്ടപ്പോൾ ഇപ്പോൾ ആകാശം തിളങ്ങി പൊട്ടിക്കാണപ്പെടുമെന്ന് തോന്നി. ത്രിശൂലവും ശക്തിയും ആകാശമധ്യത്തിൽ കൂട്ടിമുട്ടി. ത്രിശൂലവും ശക്തിയാൽ ഖണ്ഡിക്കപ്പെട്ടു. അതിൽ തീകെട്ട് ഭൂമിയിൽ വീഴുകയും ചെയ്തു. വാനര സൈന്യത്തിൽ ഹർഷാരവമുണ്ടായി. അതിനുശേഷം രാമൻ രാവണന്റെ രഥത്തിലെ കുതിരകളുടെ നേരെ ശരങ്ങൾ വിട്ടു. 3 അസ്ത്രങ്ങൾ കൊണ്ട് രാമൻ രാവണന്റെ നെറ്റിയിൽ പരിക്കേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം രക്തം കൊണ്ട് മൂടി. പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന അശോകവൃക്ഷം പോലെ അദ്ദേഹം കൂസൽ കൂടാതെ നിലകൊണ്ടു. രാമന്റെ ശരങ്ങളാൽ അദ്ദേഹത്തിന് അത്യധികം പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ കോപം വർദ്ധിച്ചു. പിന്നെയും ഇരുവരും അവരവരുടെ വിരലുകളിൽ നിന്ന് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ യുദ്ധം തുടർന്നു. അല്പസമയം കഴിഞ്ഞ് രാമൻ ഇങ്ങനെ സംസാരിച്ചു: അങ്ങ് ജനിച്ച ശ്രേഷ്ഠകുലത്തിന് അങ്ങൊരു കളങ്കമാണ്. എൻ്റെ പത്നി ജനസ്ഥാനത്തൊറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങ് അവളെ അപഹരിച്ചു. ഈ വിധമുള്ള ഒരു കള്ളനെ വീരന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുവാൻ ഞാനൊരിക്കലും പറ്റില്ല. അങ്ങനെ ആശ്രമത്തിൽ നിന്ന് പ്രലോഭിപ്പിച്ചകറ്റി. എൻ്റെ അസാന്നിധ്യത്തിൽ അങ്ങ് അവളെ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. ഒരു വീരനാണ് അങ്ങ് എന്ന് എങ്ങനെ അഭിമാനിക്കും? പരസ്ത്രീ സാന്നിധ്യത്തിൽ അങ്ങൊരു വീരൻ തന്നെ. അവരുടെ മുമ്പിലാണ് അങ്ങയുടെ ധൈര്യവും വീര്യവും അങ്ങ് പ്രദർശിപ്പിക്കുന്നത്. അങ്ങയ്ക്ക് മര്യാദയില്ല, ലജ്ജയുമില്ല, ശിഷ്ടാചാരമെന്നേ അങ്ങേക്കറിയില്ല. അങ്ങ് വിധയെ അവഗണിക്കുന്ന ഒരു അഹങ്കാരിയാണ്. യഥാർത്ഥത്തിൽ അങ്ങ് സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് അങ്ങ് പല വലിയ കാര്യങ്ങളും നേടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങ് പാപത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മാനം കെട്ട പ്രവൃത്തികളിൽ അങ്ങ് അകതമ്പ തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫലം അങ്ങയ്ക്ക് ലഭിക്കുവാൻ പോവുകയാണ്. താമസം വിന അങ്ങ് സ്വന്തം ഭൃത്യനായ ഘരനോടൊപ്പം ചേരും. ഞാൻ അങ്ങയെ യമലോകത്തേക്ക് അയക്കുകയാണ്. എൻ്റെ ഹൃദയാഭിലാഷം കൈവരിക്കുവാനുള്ള അവസരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേ എൻ്റെ കോപം പ്രശമിക്കപ്പെടുകയുള്ളൂ. ഈ സമയത്തെല്ലാം രാമൻ രാവണന്റെ നേരെ ശരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. യുദ്ധത്തിൻ്റെ കാലദൈർഘ്യം അദ്ദേഹത്തിൻ്റെ വീര്യത്തിന് മങ്ങലേൽപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഓജസ്, ആവേശം, വേഗം ഇവയെല്ലാം യുദ്ധാരംഭത്തിലെ എന്ന പോലെ നിലനിന്നു. എല്ലാ അസ്ത്രങ്ങളും അദ്ദേഹത്തിന് അധീനമായിരുന്നു. രാമന്റെ വീര്യത്താൽ രാവണന്റെ ബലഹീനത പ്രകടമായി തുടങ്ങി. മുമ്പത്തെ പോലെ അത്ര വേഗത്തിൽ ശരങ്ങൾ അയക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെയായി. ശരങ്ങൾ അയക്കുന്നതിന് വേഗം കുറഞ്ഞു വരികയായി. ഹൃദയം അങ്ങനെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാതെയായി. രാമന്റെ കടന്നാക്രമണത്തിനെതിരെ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ നിഷ്ഫലങ്ങളായി കണ്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ സാരഥി തന്റെ യജമാന്റെ സ്ഥിതി കണ്ടു. ഒന്നും മിണ്ടാതെ രാമന്റെ മുമ്പിൽ നിന്ന് രഥം തെളിച്ച് മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു. ദൗർബല്യത്തിൽ നിന്ന് ഉണർവ് ലഭിച്ചപ്പോൾ രാവണൻ, മരണദേവതയാൽ പ്രേരിതനായ രാവണൻ, തന്റെ സാരഥിയുടെ നേരെ നോക്കി. തന്നെ യുദ്ധരംഗത്ത് നിന്ന് കൊണ്ടുപോയത് എന്തിനെന്ന് ചോദിച്ചു. അങ്ങ് എന്താടി ചെയ്തത്? എന്നെ അങ്ങ് ലോകനിന്ദയ്ക്ക് പാത്രമാക്കി. എനിക്ക് വീര്യവും ശൗര്യവും ധൈര്യവും കുറഞ്ഞതെന്ന് ലോകർക്കരുത്. എന്നെ ഒരു ഭീരുവെന്ന് നിന്നയോടെ പറയും. ഞാനൊരു ബലഹീനനായി കരുതപ്പെടും.
ഞാൻ മായാതന്ത്രങ്ങളിൽ പ്രവീണനാണ്. എല്ലാ അസ്ത്രങ്ങളിലും എനിക്ക് നൈപുണ്യമുണ്ട്. എന്നെ അപമാനപ്പെടുത്തിയ അങ്ങയുടെ ഈ ഒരൊറ്റ മൂഢപ്രവൃത്തിയാൽ ഇവയെല്ലാം മേലിൽ മറക്കപ്പെടും. എന്തിനാണ് എൻ്റെ ശത്രുവിൽ നിന്ന് ഏറെ അകറ്റമുള്ള ഈ സ്ഥലത്തേക്ക് രഥം കൊണ്ടുപോകുന്നത്? എത്രയോ കാലത്തെ കഠിനപ്രശ്നം കൊണ്ട് ഞാൻ സമ്പാദിച്ചെടുത്ത എൻ്റെ എല്ലാ പേരും പെരുമയും വിചാരശൂന്യമായി ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആർക്കും അസൂയാവാഹമായ ഒരു പേരായിരുന്നു എൻ്റേത്. എനിക്കുണ്ടെന്ന് പെട്ടെന്ന് തോന്നപ്പെട്ട ഈ ഭയപ്പാടിനാൽ അതിന് കളങ്കം വന്നുപെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും വേഗം തെറ്റിദ്ധരിത്തുവാൻ ശ്രമിക്കുക. ഞാൻ മുമ്പുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുക. ശത്രു എന്നെ പോർ വിളിക്കുകയെങ്കിലും ചെയ്തിരിക്കട്ടെ. സാരഥി ശാന്തമായി സംസാരിച്ചു. യജമാനൻ തന്നെ അപമാനിച്ചെങ്കിലും അതിനെപ്പറ്റി അധികം വിചാരപ്പെടാതെ അദ്ദേഹം പറഞ്ഞു, പ്രഭു, എനിക്ക് ഭയമില്ല. അങ്ങ് വിചാരിക്കുന്നതായി തോന്നുന്ന മട്ടിൽ ഞാനൊരു വിഡ്ഢിയുമല്ല. അങ്ങേ ഒരു ഭീരുവായി ചിത്രീകരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അങ്ങയെ രക്ഷിക്കുവാൻ മാത്രമാണ് ശ്രമിച്ചത്. അങ്ങയുടെ സൽപ്പേര് നിലനിർത്തുവാനും അങ്ങയോടുള്ള സ്നേഹാധിക്യം നിമിത്തം അങ്ങയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് ചെയ്തതാണ്. അങ്ങ് വളരെ ക്ഷീണിച്ചതായി ഞാൻ കണ്ടു. അങ്ങയുടെ യുദ്ധോത്സവത്തിൽ മാന്ദ്യം ബാധിച്ചതായും കണ്ടു. നമ്മുടെ കുതിരകളും ക്ഷീണിച്ചിരിക്കുന്നു. കഠിനമായ സൂര്യതാപം നിമിത്തം ഇവരെല്ലാം വരണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേഗത്തിൽ ഓടുവാൻ കഴിയില്ല. പുറമേ ഞാൻ ചുറ്റും ദുർലക്ഷണങ്ങൾ പലതും കണ്ടു. അങ്ങക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ രാജാവേ, തൻ്റെ യജമാനെ കാക്കേണ്ടത് സാരഥിയുടെ ചുമതലയാണ്. തൻ്റെ സാരഥിയെ സംരക്ഷിക്കേണ്ട ചുമതല എത്രത്തോളം യജമാനുണ്ടോ അത്രത്തോളം തന്നെ സാരഥിക്കുമുണ്ട്. സ്ഥലവും സന്ദർഭവും അയാളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എല്ലാത്തിലും ശ്രദ്ധയുണ്ടായിരിക്കണം. യജമാനെ സംബന്ധിച്ചിടത്തോളം ഓരോ നീക്കവും ഗുണമോ ദോഷമോ എന്നും യജമാനന് ക്ഷീണം ബാധിക്കുന്നുണ്ടോ എന്നും അയാൾ എപ്പോഴും ബദ്ധശ്രദ്ധനായിരിക്കും. സന്ദർഭത്തിനനുസരിച്ച് സ്വന്തം യുക്തി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്നെ പോലെയുള്ളവർക്ക് ബാധകമായ ഈ വക നിയമങ്ങൾക്കനുസൃതമായി ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇനി അങ്ങ് എന്നോട് എന്ത് വേണമെങ്കിലും കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. സാരഥിയുടെ വാക്കുകൾ രാവണനെ ശാന്തനാക്കി. അദ്ദേഹം മൃദുവായി സാരഥിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങയിൽ സന്തുഷ്ടനാണ്. അങ്ങക്ക് എന്നോടുള്ള സ്നേഹാധിക്യത്താലും എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഉത്കണ്ഠയിലും അങ്ങയുടെ രാജഭക്തിയിലും ഞാൻ അഭിമാനിക്കുന്നു. ഇനി വേഗം രാമനുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോവുക. നമ്മുടെ രഥം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുക. ശത്രുവെ കൊല്ലാതെ ഈ രാവണനെ ഈ യുദ്ധഭൂമിയിലേക്ക് മടങ്ങുകയില്ല. സാരഥിക്ക് തന്നിലുള്ള ഉത്കണ്ഠ കണ്ട് അദ്ദേഹം എത്രയും വികാരം പൂണ്ടു. ധരിച്ചിരുന്ന കങ്കണം കയ്യിൽ നിന്ന് ഊരിയെടുത്ത് തൻ്റെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ രാവണൻ തൻ്റെ സാരഥിയെ അണിയിക്കുകയും ചെയ്തു. സാരഥി ഉടൻ തന്നെ വിശ്രമം കഴിഞ്ഞ കുതിരകളെ കൊണ്ടുവന്നു. രാവണൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് രഥം നയിക്കുകയും ചെയ്തു. വളരെ വേഗം രണ്ട് സമരസന്നദ്ധരും ഒരിക്കൽ കൂടി തമ്മിൽ നേരിടുകയും ചെയ്തു. ആകാശ പ്രദേശത്ത് വന്നു നിന്നിരുന്ന ഋഷിമാർ ഒരാൾ സാക്ഷാൽ അഗസ്ത്യൻ തന്നെയായിരുന്നു. രാവണൻ ക്ഷീണിച്ചു പരവശനായതും രാമനിൽ നിന്ന് അകലേക്ക് രഥം അകറ്റിക്കൊണ്ടുപോയതും അദ്ദേഹം കണ്ടു. ഉടൻ അഗസ്ത്യൻ രാമന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞേ രാമ, ആദിത്യ ഹൃദയം എന്ന മഹാമന്ത്രം അങ്ങിപ്പോൾ ജപിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. അതങ്ങയ്ക്ക് ശത്രുവിൽ നിന്ന് വിജയം കൈവരിക്കുവാൻ ഉതകും. ആ മന്ത്രത്തിൻ്റെ ഭക്തിപൂർണമായ ഒരിക്കൽ കൊണ്ട് മനുഷ്യൻ എല്ലാ ശത്രുക്കളെയും ജയിക്കുവാൻ കഴിയും എന്നുറപ്പാണ്. ഈ മന്ത്രം അങ്ങയുടെ ആദിപൂർവകനായ സൂര്യനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. അത് വളരെ ജാതരൂപമായി സൂക്ഷിച്ചു പോന്നിട്ടുള്ള ഒരു മന്ത്രമാണ്. അതെല്ലാ പാവങ്ങളെയും നശിപ്പിക്കുന്നു. അത് നിത്യം ജപിക്കുന്ന ഒരുത്തനും ഒരു ദുഃഖവും ഉണ്ടാവില്ല. അത് ദുഃഖത്തെ ആട്ടി ഓടിക്കുന്നു. അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു. അത് 1000 കിരണങ്ങളോടുകൂടിയ ദേവനും ദേവന്മാരും അസുരന്മാരും ഒരേപോലെ പൂജിക്കുന്നവനും എല്ലാ പ്രകാശങ്ങളുടെയും ഉത്ഭവസ്ഥാനവും ലോകേശ്വരനുമായ സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. അദ്ദേഹത്തെ പൂജിക്കുക. എൻ്റെ കുഞ്ഞെ, അങ്ങ് അപ്രകാരം തന്നെ ശത്രുവിനെ നശിപ്പിക്കുകയും ചെയ്യുക. അഗസ്ത്യ മഹർഷി രാമനെ ആ മഹാമന്ത്രം പഠിപ്പിച്ചു. അദ്ദേഹം ഇപ്രകാരം തുടർന്നു, കഷ്ടപ്പാടിൽപ്പെട്ടവൻ, ആപത്തിൽപ്പെട്ടവൻ കാട്ടിൽ ഏകാഗിയായിരിക്കുമ്പോൾ പല വിഷാദ ചിന്തകളും അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ മതി. കഷ്ടപ്പാടുകൾ അപ്രത്യക്ഷമാവുകയും സൂര്യൻ്റെ രൂപത്തെ മനസ്സിൽ ഏകാഗ്രമായി നിർത്തുക. അദ്ദേഹത്തെ മനസ്സാ പൂജിക്കുകയും ചെയ്തു. മന്ത്രം 3 തവണ ആവർത്തിക്കണം. അങ്ങ് തീർച്ചയായും രാവണനെ പരാജയപ്പെടുത്തും. രാമ, അങ്ങൊരു മഹാവീരനാണ്. 3 ലോകങ്ങളിലും അങ്ങയെപ്പോലെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ട് ഒരാളില്ല. ഞാൻ അങ്ങയെ ശുഭാംശംസിക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞ് അഗസ്ത്യൻ അവിടെ നിന്നും പോയി. രാമൻ 3 തവണ ജലസ്പർശം ചെയ്തു. ആത്മശുദ്ധി വരുത്തിയ ശേഷം അദ്ദേഹം തൻ്റെ വില്ല് കയ്യിലെടുത്തു. സൂര്യനെ നോക്കിക്കൊണ്ട് ആദിത്യ ഹൃദയം എന്ന മന്ത്രം അദ്ദേഹം ആവർത്തനം ചെയ്തു. ഒരു ശാന്തിബോധം അദ്ദേഹത്തിനെ വലയം ചെയ്തു. വിചിത്രമായൊരു ഹർഷദ്രോഗവും രാവണനെ കൊല്ലുവാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുമായി. രാവണന്റെ നേരെ ശരങ്ങളയക്കുവാൻ അദ്ദേഹത്തിന്റെ കൈകൾ ഉത്സുകങ്ങളായിരുന്നു. രാവണന്റെ സമീപത്തേക്ക് അദ്ദേഹം നീങ്ങി. രാവണനാകട്ടെ രാമന്റെ അടുത്തേക്ക് മുമ്പ് തന്നെ നീങ്ങുവാൻ തുടങ്ങിയിരുന്നു. ദേവപ്രതിനിധികൾ സൂര്യന് ചുറ്റും വളഞ്ഞു നിന്നു. അവരും സൂര്യദേവനും രാമനോട് അത്യന്തം സന്തുഷ്ടരായി. ജയാംശ്വസിച്ചുകൊണ്ട് സൂര്യൻ രാമനെ അനുഗ്രഹിച്ചു. വേഗമാവട്ടെ എന്ന വാക്കുകൾ അദ്ദേഹം ഉച്ചരിക്കുകയും ചെയ്തു. അങ്ങനെ രാവണന്റെ സാരഥി കുതിരകൾക്ക് വേഗം കൂട്ടുവാൻ അവയെ ചമ്മട്ടി കൊണ്ടടിച്ചു. തുടർന്ന് രാമന്റെ നേരെ പോവുകയും ചെയ്തു. ആ മഹാസംഘടനം തുടങ്ങി.
സൈന്യം അനങ്ങാതെ നിന്ന് ആ വീരന്മാർ യുദ്ധം ചെയ്യുന്നത് കണ്ടു നിന്നു. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ അതേപടി വെച്ചുകൊണ്ട് അവർ നിന്നു. അവ ഉപയോഗിക്കണമെന്ന ചിന്തയോ അവർക്കുണ്ടായിരുന്നില്ല. ശീലയിൽ വരച്ച ചിത്രം പോലെ ആയിത്തീർന്നു ആ സൈന്യം. ആ രണ്ട് പോരാളികൾ ഓരോരുത്തരും രാമനും രാവണനും ഇതാ അവസാന ജയമെന്ന് മനസ്സിൽ ഉറച്ചിരുന്നു. അവർ ദൃഢനിശ്ചയത്തോടെ യുദ്ധം ചെയ്തു. രാവണൻ ദിവ്യരഥത്തിന്റെ കൊടിയുടെ നേരെ ശരങ്ങൾ അയച്ചു. ഇപ്പോൾ അവ വ്യർത്ഥങ്ങളായി. അവയ്ക്ക് കൊടിവെ തൊടുവാൻ പോലും കഴിഞ്ഞില്ല. രാമൻ വില്ലുകുലച്ചു. രാവണന്റെ രഥത്തിലെ കൊടി അദ്ദേഹം അറുത്തു വീഴ്ത്തി. രാവണൻ രാമന്റെ കുതിരകളെ പരിക്കേൽപ്പിക്കുവാൻ പലതവണ ശ്രമിച്ചു. ഓരോ തവണയും തോൽക്കുകയും ചെയ്തു. തന്റെ ശരങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നില്ലെന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മനോഭംഗം വന്നു ചേർന്നു. രാമന്റെ കുതിരകൾക്കൊന്നും പറ്റിയില്ല. രാമനാകട്ടെ അല്പമായി മന്ദഹസിച്ചുകൊണ്ട് മുറയ്ക്ക് ശരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. രാവണൻ അവയെ മധ്യമാർഗം മുറിച്ചിട്ട് കൊണ്ടുവരുന്നു. ഒരാളും മറ്റേയാളെ കവച്ചു വെക്കുന്നില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. യുദ്ധമാവട്ടെ നോക്കുന്നവർക്ക് ഇമ്പം പകരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു താനും. രാമനും രാവണനും അസ്ത്രവിദ്യയിൽ നിപുണരായിരുന്നു. ആ രണ്ട് രഥങ്ങളുടെയും ഗതിവിധികൾ, ആ രണ്ട് വീരന്മാരുടെയും വില്ലുവിലയ്ക്കുവാനും അസ്ത്രങ്ങൾ വിടാനുമുള്ള കൈവിരുതുകളും കാണികളുടെ കണ്ണുകൾക്ക് ഇമ്പമേകുന്നവയായിരുന്നു. ഏവരും അത്ഭുത സ്തബ്ധരായി നിർന്ന നിമിഷം നോക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ രാവണന്റെ ശരങ്ങളുടെ ലക്ഷ്യം മാധലിയിലായിരുന്നു. അവ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നുണ്ടായിരിക്കില്ല. എങ്കിലും രാമൻ കുപിതനായി. രാവണനെ ശിക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ യുദ്ധത്തിൽ ഭൂമി വിളങ്ങി, സൂര്യൻ മങ്ങി, വായു ചലനമറ്റു, ഭൂമിയെ ഒട്ടാകെ സ്തംഭിച്ചതുപോലെയായി. യുദ്ധം നീണ്ടുപോകുന്നത് കണ്ട് സ്വർഗവാസികൾ നിരാശ പൂണ്ടു. മനുഷ്യ നന്മയ്ക്കും ലോകശാന്തിക്കുമായി ഋഷിമാർ സ്തോത്രങ്ങൾ ചൊല്ലുവാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു, ഗോക്കളും ബ്രാഹ്മണരും നിർഭയരായി തീരട്ടെ, ലോകം ആപത്തുകളിൽ നിന്ന് ഒഴിവാകട്ടെ, യുദ്ധത്തിൽ രാമൻ രാവണനെ പരാജിതനാക്കട്ടെ. ഒരു മനുഷ്യനും ഒരു രാക്ഷസനും തമ്മിലുള്ള വിചിത്രമായ യുദ്ധങ്ങൾ നിന്ന് കണ്ട് ഗന്ധർവന്മാരും അപ്സരസുകളും അത്ഭുത സ്തബ്ധരായി നിന്നു. ആ കാഴ്ച രോമാഞ്ചകഞ്ചുകമായി തോന്നി. അവർ വിളിച്ചുപാടി, ആകാശത്തോടോ ഉപമിക്കാനാവുകയുള്ളൂ, സമുദ്രത്തെ സമുദ്രത്തോടും, അതേപോലെ രാമരാവണ യുദ്ധത്തോട് മാത്രമേ ഉപമിക്കാനാവൂ. രാമൻ മൂർച്ചയുള്ള ഒരു ശരം കയ്യിലെടുത്ത് ബലമോടെ ഞാൻ വിളിച്ചു. അതിൽ തുടുത്ത ആ ശരം രാവണന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി വിടുകയും ചെയ്തു. രാവണന്റെ ഭംഗിയുള്ള ശിരസ് അദ്ദേഹത്തിന്റെ ഗളത്തിൽ നിന്നും വേർപെട്ടത് മൂന്ന് ലോകവും കാണുകയും ചെയ്തു. എല്ലാവരും മിണ്ടാനാവാതെ നോക്കി നിൽക്കവേ രാക്ഷസന്റെ കഴുത്തിൽ നിന്ന് ഞൊടിയിടയിൽ മറ്റൊരു തല ഉയർന്നു വന്നു. ഈ തലയും രാമൻ ഉടനടി മുറിച്ചിട്ടു. ഉടനെ മറ്റൊന്നുയർന്നു, അതും തദൈവ. ഈ ക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനൊരവസാനവുമില്ലെന്ന് തോന്നപ്പെട്ടു. രാവണന്റെ മരണം ഒരു അസാധ്യ കാര്യമായി അനുഭവപ്പെട്ടു. രാമനെ വിഷണ്ണത ബാധിച്ചു തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, എന്റെ ശരങ്ങൾ ഒരിക്കലും നിഷ്ഫലങ്ങളായി അറിയപ്പെട്ടിട്ടില്ല. ഞാൻ മാരീചനെ കൊന്നു, ഖരനെ കൊന്നു, അതേപോലെ തന്നെ ദൂഷണ ത്രികസുകളെയും എല്ലാവരെയും കൊന്നു. ക്രൗഞ്ചവനത്തിൽ വെച്ച് ഞങ്ങൾ ദണ്ഡകാരണത്തിൽ പ്രവേശിക്കുന്ന വേളയിൽ വിരാടനും നിഷ്പ്രയാസം കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം മറ്റേ അതിർത്തിയിൽ വെച്ച് ഖമന്തനെയും വധിക്കുകയുണ്ടായി. അവരെയെല്ലാം എൻ്റെ ശരങ്ങൾ കൊണ്ട് ശക്തിയെ അതിജീവിക്കാൻ അപ്രാപ്തരായിരുന്നു. എന്നിട്ടും എൻ്റെ ശരങ്ങളുടെ ശക്തി ഈ സുപ്രധാന ഘട്ടത്തിൽ പരാജയപ്പെടുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉള്ളിൽ വിഷാദവും വിഭ്രവും ഉണ്ടായിരുന്നുവെങ്കിലും രാമന്റെ മുഖം പ്രശാന്തമായിരുന്നു. അവസാനമില്ലാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ വല്ലിൽ നിന്ന് ശരങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. രാവണനാകട്ടെ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. രാമനെ പോലെ തന്നെ അദ്ദേഹം സുധീരം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ആ ദിവസം രാത്രി മുഴുവനും യുദ്ധം തുടർന്നു. എന്നിട്ടും രണ്ടുപേരുടെയും മുഖത്ത് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അവർ ഇപ്രകാരം കർമ്മോഹന്മാരായിരിക്കുമ്പോൾ ദിവ്യസാരഥിയായ മാതലി രാമനോട് ഇപ്രകാരം പറഞ്ഞു, പ്രഭു, വെറുമൊരു സാധാരണ മനുഷ്യജീവി എന്ന നിലയിൽ അങ്ങ് പെരുമാറുന്നതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അങ്ങ് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നുണ്ട്, എന്നാൽ എല്ലാം ലാഘവത്തിൽ അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ആവശ്യത്തിലധികം നാൾ ജീവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് സമയം സമാഗതമായിരിക്കുന്നു, അതെനിക്കറിയാം. അദ്ദേഹത്തിന്റെ മരണം ആസന്നമായിരിക്കുന്നുവെന്നും അറിയാം. ബ്രഹ്മാസ്ത്രം അയച്ച് രാവണനെ നിഗ്രഹിക്കുവാൻ ഇനി താമസിക്കരുത്. രാമനെ പെട്ടെന്ന് എല്ലാം ഓർമ്മ വന്നു. അഗസ്ത്യൻ ദാനം ചെയ്ത ബ്രഹ്മാസ്ത്രത്തെപ്പറ്റി. ഇന്ദ്രന് വേണ്ടി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു ആ അസ്ത്രം. അതിൻ്റെ ചിറകുകളായി വായുവാണ് വർത്തിച്ചിരുന്നത്. അതിൻ്റെ അഗ്രം അഥവാ മുന അഗ്നിയായിരുന്നു. അതിൻ്റെ ശരീരം ആകാശമായിരുന്നു. അതിൻ്റെ ഘനം മേരുവായിരുന്നു. ഏറെ പ്രകാശമാനമായ ഒരസ്ത്രം തന്നെയായിരുന്നു അത്. അത് അഗ്നി പോലെ മാരകവുമായിരുന്നു. അതിശക്തവും വജ്രവും പോലെ ശബ്ദനവുമായ ആ അസ്ത്രം ദുഷ്ടതയിൽ ചീറ്റുന്ന ഒരു സർപ്പത്തെ പോലെയാണ് പെരുമാറിയത്. തൻ്റെ ബലിഷ്ഠങ്ങളായ കരങ്ങളാൽ രാമൻ ബ്രഹ്മാസ്ത്രമെടുത്തു. ശ്രേഷ്ഠനും വീരനുമായ രാമൻ ശത്രോക്തമായ വിധം അതിനെ ആവാഹിച്ചു, ഞാനിൽ വെക്കുകയും ചെയ്തു. ആ സമയം ഭൂമി ഉറച്ചു. എല്ലാ പക്ഷി മൃഗാദികളും ഭയപ്പോടുകൂടി ശബ്ദങ്ങളുണ്ടാക്കി. കോപത്താൽ ചുളിയുന്ന നെറ്റിയുമായി രാമൻ ഞാൻ ചെവി വരെ ആഞ്ഞു വലിച്ചു. മഹത്തായ ബ്രഹ്മാസ്ത്രത്തെ ഞാനിൽ നിന്ന് വിടുകയും ചെയ്തു. ആ അസ്ത്രം പാഞ്ഞു ചെന്ന് രാവണന്റെ വിസ്തൃതവും പ്രൗഢിയേറിയതുമായ മാറിൽ പ്രവേശിച്ചു. മാറിൽ നിന്ന് ചോര ചീറ്റിത്തെറിച്ചു. അസ്ത്രത്തിന്റെ മുന രാവണന്റെ ജീവരക്തം കുടിച്ച് ഭൂമിയിൽ പ്രവേശിച്ചു. ഒരു ഭൃത്യൻ തന്റെ യജമാന്റെ അടുത്തേക്ക് ഏൽപ്പിച്ച കൃത്യം നിർവഹിച്ചതിന് ശേഷം മടങ്ങി വരും പോലെ ആ അസ്ത്രം രാവണന്റെ രക്തത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം രാമന്റെ ആവനാഴിയിലേക്ക് മടങ്ങുകയും അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്തു. രാവണന്റെ ജീവൻ അതിവേഗം അദ്ദേഹത്തിന്റെ ശരീരം വിട്ടു പോവുകയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ അഴകുറ്റ വില്ല് ജീവസുറ്റു പോയിക്കൊണ്ടേയിരുന്നു. കയ്യിൽ നിന്ന് വഴുതി വീണത്. പ്രബലനായ ഒരു രാക്ഷസ രാജാവായിരുന്നു രാവണൻ. അദ്ദേഹം കയ്യൂക്കുകൊണ്ട് ലോകമൊട്ടാകെ കീഴടക്കി. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരങ്ങൾ പ്രത്യേകം അനുഗ്രഹീതമായിരുന്നു. സാമവേദ ഗാനത്തിൽ ഭഗവാൻ മഹാദേവനെ പ്രീണിപ്പിച്ച ഒരു ശിവഭക്തനായിരുന്നു രാവണൻ. ബലത്തിലും വീര്യത്തിലും അദ്ദേഹത്തിനോട് കിടനിൽക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവനായിരുന്നു. രാവണൻ എന്നും പേർ സ്വാർജിതമായിരുന്നു. ആ അദ്ദേഹം ഇപ്പോഴിതാ ഇന്ദ്രനാൽ വൃതൻ കൊല്ലപ്പെട്ട എന്നുപോലെ യുദ്ധഭൂമിയിൽ വെറും നിലത്ത് കിടക്കുന്നു. ബ്രഹ്മാവിൻ്റെ പ്രപൗത്രനായ, പുലസ്ത്യൻ്റെ പൗത്രനായ, വിശ്രയവയസിൻ്റെ പുത്രനായ രാവണൻ മരിച്ചിരിക്കുന്നു. രാമൻ അദ്ദേഹത്തെ നിഗ്രഹിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. സർവ്വഥാ വീരനായിരുന്നുവെങ്കിലും സീതയോടുള്ള അവിഹിത സ്നേഹം നിമിത്തമാണ് രാവണനെ ഈ ഗതി വന്നത്. രാവണന്റെ തേജസ് കൊണ്ട് യുദ്ധഭൂമി അരുണാഭയമായി. യുഗാവസാനത്തിൽ നിലംപതിച്ച സൂര്യനെ പോലെയായിരുന്നു അദ്ദേഹം. മരണത്താൽ പോലും പ്രതാപി എന്ന പദവിക്ക് അദ്ദേഹം അർഹനായിരുന്നു. ഇനി രാവണൻ മരിച്ചപ്പോഴുള്ള കഥയാണ് തുടരും.